ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആക്കുളം പാർക്കിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ 2025 ഒക്ടോബർ മാസത്തിലാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 വർഷവും 8 മാസം മുൻപേ, അതായത് മാർച്ച് മാസം 2024 ഞാനിവിടെ വീഡിയോ ചെയ്തിരുന്നായിരുന്നു. ആ സമയത്ത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ആ ഫെബ്രുവരിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ ചെറിയൊരു സാങ്കേതിക പ്രശ്നം കാരണം ഇത്രയും കാലം നീണ്ടുപോയിരിക്കുകയാണ്. എവിടെയോ ഗ്ലാസ്സിന് ചെറിയൊരു പൊട്ടലോ അതിന് അനുമതി കിട്ടിയില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് 1 വർഷം 8 മാസവും അവർ ആ ഒരു ഉദ്ഘാടനം നീണ്ടുപോയിരിക്കുകയാണ്. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ താഴെ നിന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് അന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കയറാൻ പറ്റിയത്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണില്ല, ഒരു റെയിൻ എഫക്റ്റ്, ഒരു മിസ്റ്റ് എഫക്റ്റ് ഉണ്ട്. കുറച്ച് വെള്ളം ഇങ്ങനെ വീഴും. അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ അറ്റത്ത് വരാൻ വേണ്ടി പറ്റുന്നത്. ഈ ആക്കുളം പാർക്കിൽ കുറേ ഇതല്ലാതെ വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടിയാണിത്. കൂടാതെ അവിടെ ഒരു മ്യൂസിയം, എയർഫോഴ്സിൻ്റെ ഒരു ചെറിയ മ്യൂസിയം, അതിൻ്റെ ഫൈറ്റർ ജെറ്റിൻ്റെ എൻജിൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചെറിയ ബോട്ടിംഗ് ഉണ്ട്, നിങ്ങൾക്ക് താഴെ ബോട്ടിംഗ് കാണാൻ വേണ്ടി പറ്റും. ഒരു ഫൗണ്ടൻ പോലത്തെ സംഭവമാണ് അവിടെ കാണുന്നത്. ഇതാണ് ആ മ്യൂസിയം, എയർഫോഴ്സ് മ്യൂസിയമാണ് കാണുന്നത്. എയറോപ്ലെയിൻ്റെ ഒരു മാതൃകയിൽ നിർമ്മിച്ചത്. അവിടെ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടില്ല നിങ്ങൾ, അതിന് തൊട്ടടുത്തുള്ള ആ സ്വിമ്മിംഗ് പൂള് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അതൊരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഫീസ് കൊടുത്തതിന് ശേഷം അവിടെ സ്വിം ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ. ആ കയറി വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. താഴെ ചെറിയൊരു പോണ്ടുണ്ട്, അവിടെ ഒരു ബോട്ടിങ്ങും അവൈലബിൾ ആണ്. 200 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ചാർജ് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. അഡൾട്ടിന് 200 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഈവനിങ് ഒരു 8:30 വരെ, നൈറ്റ് ഒരു 8:30 വരെ ഇത് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. ആദ്യം എനിക്ക് നൈറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. കൂടാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ താഴെ ഒരു ബോട്ട്, പെഡൽ ബോട്ട് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത്ര ഹൈറ്റിൽ നിന്നാണ് അത് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ഷൂസൊന്നും ഇട്ട് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ഷൂസും അത് കഴിച്ച് വെക്കണം. പിന്നെ ഇങ്ങനെ ഓടുകയോ ചാടുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റില്ല. കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ അകത്ത് ഈ ഗ്ലാസ് ബ്രിഡ്ജിന് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഓൾറെഡി വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ. ഇതാണ് ആ മിസ്റ്റ്. ഇനി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും.